IAS എന്നാൽ പ്രവർത്തനത്തിൽ മികവാണ്, എക്സലൻസ് ഇൻ ആക്ഷൻ. പക്ഷേ പൂനെയിലെ ഒരു IAS ഉദ്യോഗസ്ഥ തട്ടിപ്പിലാണ് മികവ് കാണിച്ചിരിക്കുന്നത്. പൂനെയിൽ IAS നേടുന്നതിനായി വ്യാജരേഖ ചമച്ച കേസിൽ അസിസ്റ്റന്റ് കളക്ടർ പൂജ ഗേദ്കറിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സാമ്പത്തികമായി പിന്നോക്കമാണെന്ന സർട്ടിഫിക്കറ്റ് നൽകിയ പൂജയ്ക്കും കുടുംബത്തിനുമുള്ളത് കോടികളുടെ സ്വത്തുക്കളാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്നയാളെന്ന സർട്ടിഫിക്കറ്റും വ്യാജമാണെന്ന സംശയം ബലപ്പെടുകയാണ്. സിവിൽ സർവീസിൽ 820-ാം റാങ്കുകാരിയായ പൂജ ഖേദ്കറിന് സ്വദേശത്ത് തന്നെ IAS-കാരിയായി പോസ്റ്റിംഗ് കിട്ടിയതിന് പിന്നിലെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തികമായി പിന്നിലെന്നാണ് മുൻഗണന കിട്ടാനായി നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. എന്നാൽ കുടുംബത്തിന് ആകെയുള്ള സ്വത്തുക്കളുടെ വിവരം കേട്ടാൽ ഞെട്ടും. 110 ഏക്കർ കൃഷിഭൂമി, 7 ഫ്ളാറ്റുകൾ, 2 കടമുറികൾ, 900 ഗ്രാം സ്വർണം, രത്നങ്ങൾ, 4 ആഡംബര കാറുകൾ. പൂജയുടെ കയ്യിലുണ്ടായിരുന്നത് 17 ലക്ഷം രൂപ വില വരുന്ന വാച്ച്. 2 സ്വകാര്യ കമ്പനികളിലും കുടുംബത്തിന് പങ്കാളിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെന്ന് പൂജയുടെ അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ സത്യവാങ്മൂലത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മഹാരാഷ്ട്രയിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പൂജയുടെ അച്ഛൻ. ആഡംബരക്കാരിൽ അനുമതിയില്ലാതെ തന്നെ ബീക്കൺ ലൈറ്റ് വെച്ച സംഭവത്തോടെയാണ് പൂജ ആദ്യം വാർത്തകളിൽ നിറയുന്നത്. പിന്നീട് കളക്ടറേറ്റിൽ സ്വന്തമായി ക്യാബിനും സഹായികളായി ഉദ്യോഗസ്ഥരും വേണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ചതോടെ ജില്ലാ കളക്ടർ പരാതി നൽകി. ഇതോടെ വാഷിമിലേക്ക് പൂജയെ സ്ഥലം മാറ്റി. സിവിൽ സർവീസിൽ മുൻഗണന കിട്ടാൻ കാഴ്ചാപരിമിതിയുണ്ടെന്ന സർട്ടിഫിക്കറ്റും പൂജ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദില്ലി എയിംസിൽ പരിശോധന നടത്താൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞുമാറി നടക്കുകയാണ്. പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് പൂജ കാഴ്ചാപരിമിതി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത്. കുറ്റങ്ങൾ തെളിഞ്ഞാൽ കടുത്ത നടപടി പ്രതീക്ഷിക്കാം. 24 മുംബൈ.